നിലാവിളിച്ച് ഇഷ്ടപ്പെടാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല. ഉദിച്ചുയർന്നു നിൽക്കുന്ന പൂർണ്ണചന്ദ്രനെ നോക്കി നിൽക്കുമ്പോൾ തന്നെ എന്തെന്നില്ലാത്തൊരു സമാധാനം നമുക്കുണ്ടാകാറുണ്ട്. അതിനാൽ തന്നെ ചന്ദ്രനെക്കുറിച്ച് കൂടുതൽ അറിയാൻ മനുഷ്യരാശി ആഗ്രഹിച്ചു. ആ ആഗ്രഹം സഫലമായത് 1969 ജൂലൈ 21 അപ്പോളോ 11 എന്ന വാഹനം ചന്ദ്രൻ ഇറങ്ങിയപ്പോഴാണ്. നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ഓൾഡ്രിൻ, മൈക്കൽ കോളിൻസ് എന്നിവരായിരുന്നു ആ വാഹനത്തിലെ യാത്രക്കാർ. ആദ്യമായി ചന്ദ്രനിൽ കാൽകുത്തിയത് നീൽ ആംസ്ട്രോങ് ആണ്. ചന്ദ്രനെ പറ്റിയുള്ള കഥകൾ ഏതൊരു കുട്ടിക്കും ജിജ്ഞാസ ഉണ്ടാകുന്നതാണ്. ആ ജിജ്ഞാസയ്ക്ക് പുതിയ അർത്ഥതലങ്ങൾ നൽകുവാൻ ചെന്നിത്തല മോഡൽ UP സ്കൂൾ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തുമായി ചേർന്ന് ജൂലൈ 26 ചന്ദ്രമനുഷ്യൻ പര്യടനം എന്ന പരിപാടി സംഘടിപ്പിക്കുകയുണ്ടായി. ചന്ദ്രമനുഷ്യനെ നേരിട്ട് കാണുവാനും അദ്ദേഹത്തോട് സംവദിക്കുവാനുമായി മോഡൽ UPSലെ കുരുന്നുകൾ ദിവസങ്ങളുടെ തയ്യാറെടുപ്പുകളാണ് നടത്തിയത്. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംഘം സ്കൂളിലെത്തിയപ്പോൾ തന്നെ അവർ ചന്ദ്രമനുഷ്യനെ തിരയുവാൻ തുടങ്ങി. ചന്ദ്രമനുഷ്യനെ സ്വാഗതം ചെയ്യാനുള്ള വേദിയിൽ ഹെഡ് മിസ്ട്രസ്, SMC ചെയർമാൻ, വൈസ് ചെയർമാൻ, PTA അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംഘാടകർ ചന്ദ്രമനുഷ്യനെ പരിചയപ്പെടുത്തിയപ്പോൾ കുട്ടികൾ ആവേശഭരിതരായി തുള്ളിച്ചാടി. തൊട്ടു നോക്കുവാനും ചോദ്യം ചോദിക്കുവാനും ഉള്ള തിക്കും തിരക്കുമായിരുന്നു പിന്നീട്. എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാം. ഇവിടെ ഒന്ന് ചോദിക്കണം, ഓരോരുത്തരും കേട്ടോ പറയുന്നേ. ഇവിടെ ഒന്ന് ചോദിക്കണം. ആ ചോദിക്കുമ്പോൾ അതിന്റെ ഉത്തരം ആദ്യം ചന്ദ്രമനുഷ്യൻ ചില ശബ്ദങ്ങളിലൂടെ പറയും. അത് നമ്മുടെ സാർ അത് കൃത്യമായിട്ട് നിങ്ങൾക്കത് പറഞ്ഞ് മനസ്സിലാക്കി തരും. അപ്പൊ നമുക്ക് ഈ സയൻസ് പഠിക്കാനായിട്ട് നിങ്ങൾ ആരെങ്കിലും, അതായത് 7ാം ക്ലാസ് വരെയൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു സയൻസ് പഠിക്കാനുള്ള ഒരു പുസ്തകമാണ് യുറീക്ക മാസിക. അപ്പൊ അത് നിങ്ങളൊക്കെ വായിക്കണം. കുറച്ചുകൂടെ വലിയ ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ശാസ്ത്ര കേരളം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അപ്പൊ ആദ്യം പറഞ്ഞത് ഏതാ? ആദ്യം പറഞ്ഞ പുസ്തകം ചന്ദ്രനില് നിങ്ങളെ പോലെ അല്ല, അതിഭയങ്കരമായ ചൂടാണെന്ന് പറഞ്ഞു. അത് 15 ദിവസം തുടർച്ചയായിട്ട് ചൂടായിരിക്കും. നമ്മുടെ ഒരു പകല് 12 മണിക്കൂറല്ലേ ഉള്ളൂ. ചന്ദ്രനില് 15 ദിവസമാണ് ഒരു പകൽ. മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. കേൾക്കുന്നുണ്ടോ? എന്തിന്റെ സത്യം അറിയണമെങ്കിൽ എന്ത് വേണം? സയൻസ് വേണം. സയൻസ് പഠിച്ചാലേ നമുക്ക് ഏതൊരു കാര്യത്തിന്റെയും സത്യം നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ സത്യം പറഞ്ഞു തരുന്ന അറിവിന്റെ ഒരു കോടിയാണ്, അല്ലെങ്കിൽ അറിവിന്റെ ഒരു കേട്ടറിവുകളിലെ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുവാനും ഓരോ കുട്ടിയിലും ശാസ്ത്രാവബോധം വളർത്തുവാനും മോഡൽ UP സ്കൂൾ നടത്തിയ ഈ ഉദ്യമം വിജയകരമാക്കാൻ പരിശ്രമിച്ച ശ്രീ മുരളി കോട്ടൂർ സാർ, കൂടാതെ മറ്റ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അംഗങ്ങൾ ഏവർക്കും അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.